بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. എത്രയും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രയത്നം സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഞാനുള്ളത് ഓസ്ട്രേലിയയുടെ ഇങ്ങേ അറ്റമായ ക്വീൻസ്ലാൻഡ് സ്റ്റേറ്റിലെ ബ്രിസ്ബൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ നാടുമായിട്ട് ഏറെക്കുറെ 4.5 മണിക്കൂർ സമയം വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇവിടെ സമയം 9 മണി, രാത്രി 9:08. അതുകൊണ്ട് ഞാൻ ഫോട്ടോയിൽ ഇങ്ങനെ ഇണ്ടുപോയിരിക്കണേ. അൽഹംദുലില്ലാഹ്, അത് വളരെ വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾക്ക് കാര്യങ്ങൾ പരസ്പരം അറിയാനും സാധ്യതകൾ, പുതിയ വാതായനങ്ങൾ തുറന്നു നോക്കാനും പറ്റിയ ഒരവസരം. കൂടുതൽ സമയം ഞാൻ എടുക്കുന്നില്ല. കാര്യത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം മാത്രം 1-2 പോയിന്റുകൾ മാത്രം പറഞ്ഞ് പിന്നീട് ആവശ്യമാണെങ്കിൽ നമുക്ക് ചോദ്യോത്തരങ്ങളിലൂടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ഓസ്ട്രേലിയ ഇന്ത്യയുടെ കിഴക്കേ ഭാഗത്തേക്കുള്ള ഏറ്റവും അങ്ങേയറ്റത്തുള്ള, ലോകത്ത് ആദ്യം സൂര്യനുദിക്കുന്ന രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യമാണ്. സ്വന്തമായൊരു ഭൂഖണ്ഡമാണ്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇതുപോലെയുള്ള ഒരു ഗ്ലോബൽ വില്ലേജിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, തൊഴിൽ അന്വേഷകർ അന്വേഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഹബ്ബ്, ഒരു ഡെസ്റ്റിനേഷൻ കുറച്ചു കാലങ്ങളായിട്ട് ഓസ്ട്രേലിയയാണ്. പല കാരണങ്ങളുണ്ട്. ഒന്ന്, വെസ്റ്റേൺ കൾച്ചർ ആണെങ്കിൽ കൂടി അതിൻ്റെ ആ ക്രൗര്യം, അതിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് എത്താത്ത ഒരു രാജ്യം. 2, സാമ്പത്തികമായി അത്യാവശ്യം ഈ കഴിഞ്ഞ 2-3 പതിറ്റാണ്ടുകളിൽ നല്ല സ്റ്റെബിലിറ്റി നിലനിർത്തുന്ന ഒരു രാജ്യം. മൂന്നാമതായി നല്ല കാലാവസ്ഥ, നല്ല ജീവിത സാഹചര്യങ്ങൾ, തിരക്ക് കുറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ പൊതുവെ വിദേശത്ത് ജോലി ചെയ്യാൻ കൂടുതൽ താല്പര്യപ്പെടുന്ന ഏഷ്യൻ രാജ്യങ്ങളിലുള്ള ആളുകൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. അപ്പൊ ഇവിടെയുള്ള ഉപരിപഠന സാധ്യതകൾ എന്നുള്ളതാണ് എനിക്ക് പറയാൻ തന്നുള്ള വിഷയം. ഉപരിപഠന സാധ്യതകൾ. ഇപ്പൊ ഈ നാടിന്റെ ഏറ്റവും വലിയ ഒരു എക്സ്പോർട്ട് ഐറ്റം എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ പറഞ്ഞവരുടെ ഏറ്റവും വലിയ ഒരു ഉൽപ്പന്നം വിദ്യാഭ്യാസമാണ്. ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഒരു ഉൽപ്പന്നം ഇവിടുത്തെ വിദ്യാഭ്യാസമാണ്. അതിന്റെ ഉപഭോക്താക്കൾ പ്രധാനമായും ഏറ്റവും കൂടുതലായിട്ട് നമ്പർ 1 ചൈന, നമ്പർ 2 ഇന്ത്യ. അതിന് 2 തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ലാഭങ്ങൾ 2 കൂട്ടർക്കുണ്ട്. പ്രധാനമായും ഓസ്ട്രേലിയയിലേക്ക് എത്തിപ്പെടാൻ പ്രധാനമായും 3 വഴികളാണുള്ളത്. ഞാൻ ഉപരിപഠനത്തിന്റെ സാധ്യതകൾ പറയാം. അതിന് തൊട്ട് മുമ്പ് ഈ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ കാര്യങ്ങൾ വ്യക്തമാവില്ല. ഓസ്ട്രേലിയ അല്ലെങ്കിൽ അതുപോലെയുള്ള സമാനമായ സാഹചര്യങ്ങളുള്ള കാനഡ, ന്യൂസിലാൻഡ്, ഇതുപോലുള്ള രാജ്യങ്ങളിലേക്ക് നമ്മുടെ ഇന്ത്യ പോലെയുള്ള ഇപ്പോൾ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എത്തിപ്പെടാൻ 3 സാധ്യതകൾ, 3 വഴികളാണുള്ളത്.
നമ്പർ 1, നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നത് പോലെ ഒരു തൊഴിൽ ദാതാവ് നമ്മെ സ്പോൺസർ ചെയ്യുന്നു, നമുക്ക് ജോലി തരുന്നു. ആ ജോലിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എമിഗ്രേഷനിൽ വിസയ്ക്ക് അപേക്ഷിച്ച് ആ വിസയോടുകൂടി ഇങ്ങോട്ട് കടന്നു വരുന്നു. ഒന്നാമത്തത്. രണ്ടാമത്തത് മൈഗ്രേഷൻ. നമ്മുടെ യോഗ്യതകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ യോഗ്യതകൾ ഈ നാട്ടിലുള്ള അതേ ജോലിക്കുള്ള യോഗ്യതകളുമായി മാച്ച് ചെയ്ത് അത് ഈക്വൽ ആണ് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ നാട്ടിൽ നാം സ്പെഷ്യലൈസ് ചെയ്ത ആ ജോലിക്ക് കൂടുതൽ സാധ്യതകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നാം ഇവിടുത്തെ സ്ഥിരം താമസക്കാരായിട്ട് നാട്ടിൽ നിന്ന് തന്നെ വിസയ്ക്ക് അപേക്ഷിക്കുക. അതിന് പ്രത്യേകമായിട്ട് ഒരു ജോലി ആ വിസയ്ക്ക് അപേക്ഷിക്കാൻ ആവശ്യമില്ല. ഉദാഹരണം, ഇപ്പൊ ഞാൻ B.Ed ഇംഗ്ലീഷ് കഴിഞ്ഞു. ഈ രാജ്യത്ത് ഏത് കാലത്തും ദൗർലഭ്യമുള്ള ഒരു ജോലിയാണ് പ്രൈമറി ടീച്ചർ. പ്രൈമറി സെക്കൻഡറി ടീച്ചർമാർ ഏത് കാലത്തും ഈ നാട്ടിൽ ആവശ്യമുള്ള ഒരു മേഖലയാണ്. അപ്പോ എൻ്റെ നാട്ടിലുള്ള B.Edന്റെ ക്വാളിഫിക്കേഷൻസ് ഇവിടെയുള്ള ടീച്ചിങ് ഡിഗ്രിയുമായിട്ട് മാച്ച് ചെയ്യുന്ന ഏജൻസിയെ നാം ഏൽപ്പിച്ച് അവരത് ഈക്വൽ ആണ് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള ഇമിഗ്രേഷൻ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു. അവര് ഇവിടെയുള്ള പെർമനന്റ് റെസിഡൻസി PR പെർമനന്റ് റെസിഡൻസി നമുക്ക് അയച്ചു തരുന്നു. നമ്മൾ ഇങ്ങോട്ട് വരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലി കണ്ടെത്താവുന്നതാണ്. രണ്ടാമത്തെ വഴി. മൂന്നാമത്തെ വഴി, ഇവിടെ നിലവിലുള്ള ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള തൊഴിലുകളിലേക്ക് ആവശ്യമായ കോഴ്സുകൾ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വരികയും ആ കോഴ്സുകൾ ചെയ്തതിന് ശേഷം ഇവിടെ താമസിക്കുകയും ഇവിടെയുള്ള പെർമനന്റ് റെസിഡന്റ് ആവുകയും അതിനുശേഷം ഇവിടെയുള്ള പൗരന്മാരായി മാറുകയും ചെയ്യും. ഇങ്ങനെയുള്ള 3 രൂപത്തിലാണ് ഈ നാട്ടിലേക്ക് ആളുകൾ വരാറുള്ളത്. നമ്മളിപ്പോ എന്നെ ശ്രവിക്കുന്ന ഈ ആളുകളിൽ പ്രധാനപ്പെട്ട ആളുകളും അല്ലെങ്കിൽ ഇതിന് താല്പര്യമുള്ള ആളുകൾ മുക്കാൽ പങ്കും പഠന സാധ്യത എന്നുള്ളതിനേക്കാളേറെ തൊഴിൽ സാധ്യത എന്നുള്ളതായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക. പക്ഷെ അതിനുള്ള വഴി പഠനം എന്നുള്ളതൊക്കെയാണല്ലോ. അപ്പോ ഈ 3 വഴികളിൽ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന വഴി പഠനമാണ്. ആദ്യം ഞാൻ പറഞ്ഞ ഗൾഫിലേക്ക് പോകുന്നത് പോലെ ഇവിടെയുള്ള ഒരു തൊഴിൽ ദാതാവ് നാട്ടിലുള്ള നമുക്ക് തൊഴിലുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് വിസ അയച്ചു തരുന്ന സമ്പ്രദായം ഇവിടെ 1% പോലും നടക്കുന്നില്ല. കാരണം അതിന് വേറെ ഒരുപാട് ഈ എംപ്ലോയർ തൊഴിൽ ദാതാവ് മീറ്റ് ചെയ്യേണ്ട വേറെ ഒരുപാട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിക്വയർമെന്റ്സ് ഉള്ളത് കൊണ്ട് ആ ഒരു വഴിയിലൂടെയുള്ള ഗൾഫിനോട് സാദൃശ്യമായിട്ടുള്ള ഇങ്ങോട്ടുള്ള വരവ് വളരെ കുറവാണ്. രണ്ടാമത്തെ ഐറ്റം ഞാൻ പറഞ്ഞ സ്കിൽഡ് മൈഗ്രേഷൻ, അതിന് പേര് പോലെ സ്കിൽഡ് മൈഗ്രേഷൻ എന്നാണ്. ഇൻഡിപെൻഡന്റ് സ്കിൽഡ് മൈഗ്രേഷൻ ധാരാളമായി നടക്കുന്നുണ്ട്. പ്രധാനമായും പ്രൊഫഷണലുകളുടെ കൂട്ടത്തിൽ നിന്ന് മെഡിക്കൽ ഫീൽഡിൽ, എഞ്ചിനീയറിംഗ് ഫീൽഡിൽ, ടീച്ചിങ് ഫീൽഡിൽ, IT മേഖലയിലൊക്കെ ഒരുപാട് ഇൻഡിപെൻഡന്റ് സ്കിൽഡ് മൈഗ്രേഷൻ നടക്കുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരിൽ നിന്ന് വരുന്നവരിൽ ഒരു 50%, പകുതിയിലേറെ ആളുകളും ഇവിടെ വരുന്നത് വിദ്യാർത്ഥികളായിട്ടാണ്. പഠിക്കാൻ വരുന്നു. അവർ പഠിക്കാനുള്ള കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ആ പഠനത്തിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ അതിൽ നിന്ന് ലഭിച്ച സ്കില്ലിന്റെ ജോലി കണ്ടെത്തുന്നു, ഇവിടുത്തെ ആളുകളായി മാറുന്നു. അപ്പൊ ഇതാണ്. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളിപ്പോ നമ്മുടെ ഉള്ളിൽ ഒറ്റ ചോദ്യമുള്ള എന്താ ചെയ്യേണ്ടത്? നമ്മൾ പഠിക്കാൻ വരണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ പഠിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യയിലും ഉള്ള എല്ലാ കോഴ്സുകളും ഈ നാട്ടിലും ലഭ്യമാണ്. അതിനേക്കാൾ ഏറെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും മോഡേൺ ആയിട്ടുള്ള കോഴ്സുകളും ലഭ്യമാണ്. അപ്പൊ കോഴ്സുകളുടെ കാര്യത്തിൽ അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ ഇസ്ലാമിക് മേഖലയിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ഇസ്ലാമിക് ഡിപ്പാർട്ട്മെന്റുകളും പിന്നെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൂടുതലായിട്ടും പിന്നെ വേറൊരു രൂപത്തിൽ കുറെ കൂടി ലിബറലൈസ്ഡ് ആയിട്ടുള്ള
സിലബസോട് കൂടിയുള്ള കോഴ്സുകളാണെങ്കിൽ കൂടി നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്ന മാസ്റ്റേഴ്സ് ലെവലിലുള്ള റിസർച്ച് ലെവലിലുള്ള ഇസ്ലാമിക് ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ഇവിടെയുള്ള ചില യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ കോഴ്സുകളുടെ കാര്യത്തിൽ അതാണ്. ഏത് കോഴ്സ് അങ്ങനെയൊന്നുമില്ല. നാട്ടിൽ നമ്മുടെ ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി ഒക്കെ ഏതൊക്കെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അതൊക്കെ ഇവിടെയുണ്ട്. പിന്നെ അതിന്റെ സിസ്റ്റം എങ്ങനെയാന്ന് ചോദിച്ചാൽ, നാട്ടിൽ നമ്മൾ സാധാരണ കോളേജുകളാണല്ലോ. ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ 100-200 കോളേജുകളാണ്. കോളേജുകളിലാണ് പ്രധാനമായിട്ടും കുട്ടികൾ പഠിക്കുന്നത്. ഇവിടെ കോളേജുകളില്ല. ഇവിടെ കോളേജുകൾക്ക് പകരം യൂണിവേഴ്സിറ്റിയുടെ നേരിട്ടുള്ള സെന്ററുകളാണ് മുഴുവനും. ഒരു 10-29-30 യൂണിവേഴ്സിറ്റികളുണ്ട്. കുറച്ച് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്, കുറച്ച് ഫോറിൻ യൂണിവേഴ്സിറ്റികളുണ്ട്. അവരെല്ലാം യൂണിവേഴ്സിറ്റിയുടെ സെന്ററുകൾ മാത്രമേ ഉള്ളൂ, കോളേജുകളില്ല. ഇപ്പൊ എൻ്റെ പേരിന്റെ കൂടെ നിങ്ങൾ പിന്നെ ഓസ്ട്രേലിയൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് കോളേജ് അറബിക് കോർഡിനേറ്റർ എന്ന് കണ്ടിട്ടുണ്ടാവും. ഇവിടെ കോളേജ് എന്ന് പറയുന്നത് പിന്നെ പ്രീ പ്രൈമറി മുതൽ +2 വരെ ഒറ്റ ക്യാമ്പസിൽ ലഭ്യമാകുന്ന സ്കൂളുകൾക്ക് ഇവിടെ കോളേജ് എന്ന് പറയുക. പ്രീ പ്രൈമറി മുതൽ +2 വരെ ഒറ്റ ക്യാമ്പസിലുള്ള സ്കൂളുകൾക്ക് കോളേജ് എന്ന് പറയും ഇവിടെ. അല്ലാതെ നമ്മുടെ നാട്ടിൽ കോളേജ് പറയുന്നത് അല്ല ഇവിടെ ഉള്ളത്. അങ്ങനെയുള്ള ഉണ്ട്, വളരെ അപൂർവമായിട്ടുള്ള ഉണ്ട്. പക്ഷെ ഇവിടെ പൊതുവെ പറയുന്നത് ഈ സ്കൂളുകൾക്കാണ് കോളേജ് എന്ന് പറയുന്നത്. എൻ്റെത് സ്കൂളാണ്, ഞാൻ മറ്റേ നാട്ടിലുള്ള കോളേജ് പറയുന്നതല്ല. അപ്പൊ എന്തായാലും എല്ലാ കോഴ്സുകളും ലഭ്യമാണ്. ഇവിടെ പഠിക്കാൻ വരാൻ നാം എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ലക്ഷ്യം ഇവിടെ പഠനത്തിന് ശേഷം ജോലി ലഭിക്കുക, ജോലി ചെയ്യുന്നതോടുകൂടി നമ്മുടെ ദഅ്വാ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക എന്നതാണ് പൊതുവെ ആളുകളുടെ ലക്ഷ്യം വെക്കുന്നത്. ആ ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നാട്ടിലുള്ള എല്ലാ പത്രങ്ങൾ മുഴുവൻ നമുക്ക് ഇഷ്ടംപോലെ പരസ്യങ്ങൾ കാണാം. കാനഡ, US, ഓസ്ട്രേലിയ, പിന്നെ UK, ഇങ്ങോട്ടൊക്കെ പഠനത്തിനുള്ള അവസരങ്ങൾ എന്ന് പറഞ്ഞിട്ട് പൂണുപോലെ ഏജൻസികൾ കൊച്ചിയിലും പരിസരങ്ങളിലും എല്ലാ നഗരങ്ങളിലും ധാരാളമായിട്ടുണ്ട്. അപ്പോ ഒരുവിധം ഏജൻസികളൊക്കെ നല്ല രൂപത്തിലുള്ള സർവീസുകൾ കൊടുക്കുന്നുണ്ടെങ്കിലും അതിൽ വലിയൊരളവോളം ഫേക്കുകളുണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പോ ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആരെങ്കിലും പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പഠനത്തിന് വേണ്ടി വരുന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2-3 പോയിന്റുകൾ. ഒന്ന്, ഇവിടെയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ഡിഗ്രികൾക്ക് ഒരേ വാലിഡിറ്റി അല്ല. ഇപ്പൊ നാട്ടിലിപ്പോ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA ഇംഗ്ലീഷ് ചെയ്താലും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA ഇംഗ്ലീഷ് ചെയ്താലും ബാക്കി ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരേ വാലിഡിറ്റിയാണ്. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ യൂണിവേഴ്സിറ്റികൾക്ക് അനുസരിച്ച് വ്യത്യാസമുണ്ട്. ഇവിടുത്തെ ഏറ്റവും നിലവാരം കൂടിയ യൂണിവേഴ്സിറ്റികൾ കാൻബറ യൂണിവേഴ്സിറ്റി, സിഡ്നി യൂണിവേഴ്സിറ്റി, കാത്തലിക് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞ യൂണിവേഴ്സിറ്റികളുണ്ട്. അവരുടെ ഡിഗ്രികൾക്ക് തുല്യമായിട്ട് പരിഗണിക്കപ്പെടില്ല ഇവിടെയുള്ള ചില പോക്കറ്റ് യൂണിവേഴ്സിറ്റികൾ. അതേപോലെ തന്നെ ഞാൻ നേരത്തെ കോളേജ് എന്നുള്ള സ്കൂളിൽ പറഞ്ഞെങ്കിലും ചില കോളേജുകൾ, വളരെ റയറായിട്ട് കുറെ കോളേജുകളുണ്ട്, ഈ കോഴ്സുകൾ കൊടുക്കുന്ന കോളേജുകളുണ്ട്. അവിടെ നിന്ന് ലഭിക്കുന്ന ഡിഗ്രികൾക്ക് എമിഗ്രേഷന്റെ മുമ്പിൽ, ഈ രാജ്യത്തെ കുടിയേറ്റം നിയന്ത്രിക്കുന്ന എമിഗ്രേഷന്റെ മുന്നിൽ തുല്യമായിട്ടുള്ള പ്രാധാന്യം ലഭിക്കില്ല. ഞാനത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നാട്ടിലെ ഏജൻസികൾ പ്രധാനമായിട്ടും പ്രൊമോട്ട് ചെയ്യുക ഇങ്ങനെയുള്ള ചെറിയ യൂണിവേഴ്സിറ്റികളാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നാട്ടിലെ ഏജൻസികളുടെ പ്രധാനപ്പെട്ട വരുമാനം ഇവിടെയുള്ള യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്ന കമ്മീഷനാണ്. ഇവിടെയുള്ള യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്ന കമ്മീഷനാണ് നാട്ടിലുള്ള ഏജൻസികളുടെ പ്രധാനപ്പെട്ട വരുമാനം. പക്ഷെ ഇവിടെയുള്ള സ്റ്റാൻഡേർഡ് യൂണിവേഴ്സിറ്റികൾ പൊതുവെ അങ്ങനെ കമ്മീഷൻ കൊടുത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ വലിക്കേണ്ട ഒരു ഗതികേട് അവർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരിൽ നിന്ന് കമ്മീഷൻ കാര്യമായിട്ട് ലഭിക്കില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നാട്ടിലെ ഏജൻസികൾ കമ്മീഷൻ കൂടുതൽ ലഭിക്കുന്ന, കൂടുതൽ വിദ്യാർത്ഥികളെ ആവശ്യമുള്ള കോളേജുകളിലേക്കാണ് റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് പഠിക്കാൻ വരാൻ താല്പര്യമുള്ള ആളുകളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ താൻ ഉദ്ദേശിക്കുന്ന കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്. വിസയും ബാക്കിയുള്ളതും അതിന്റെ രണ്ടാമത്തെ ഘട്ടമാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ്, ഉദാഹരണത്തിന് നിങ്ങൾ BA കഴിഞ്ഞു എന്ന് വെച്ചാൽ നിങ്ങൾ MAക്ക് വരുന്നു, അല്ലെങ്കിൽ MSW വരുന്നു, അങ്ങനെയുള്ള കോഴ്സുകൾക്ക് വരുന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട
ഘട്ടം നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ അവിടേക്കുള്ള അഡ്മിഷൻ നേടുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ കടമ്പ, ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, നിങ്ങൾ യഥാർത്ഥ ശരിയായ യൂണിവേഴ്സിറ്റിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതിനെങ്ങനെ കഴിയും? ധാരാളം വഴികളുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് സെർച്ച് ചെയ്താൽ എല്ലാവർക്കും കഴിയും. അതിന്റെ റേറ്റിങ്ങും അതിന്റെ ഇന്റർനാഷണൽ പിന്നെ അക്രഡിറ്റേഷനും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം, അപ്പോൾ ഒന്ന് ഏത് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പ്രവേശനം നടന്നു, രണ്ടാമത്തത് ഏത് കോഴ്സ്. എല്ലാ കോഴ്സുകൾക്കും ഒരേ ഗ്ലാമറോ ഒരേ വെയിറ്റേജോ അല്ല. ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, ഇവിടെ പിന്നെ തൊഴിൽ ദൗർലഭ്യമുള്ള തൊഴിൽ മേഖലകളുടെ ഒരു ലിസ്റ്റ് എല്ലാ വർഷവും ഗവൺമെന്റ് ഏജൻസി എന്ത് ചെയ്യും? ഒന്ന് ലിസ്റ്റ് ചെയ്യും. സ്കിൽഡ് ഓക്യുപ്പേഷൻ ലിസ്റ്റ് എന്നാണ് പറയുക. സ്കിൽഡ് ഓക്യുപ്പേഷൻ ലിസ്റ്റ്, MODL ലിസ്റ്റ് എന്ന് പറയും. സ്കിൽഡ് ഓക്യുപ്പേഷൻ ലിസ്റ്റ് അല്ലെങ്കിൽ MODL ലിസ്റ്റ്. DIBP എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ വെബ്സൈറ്റിലാണ് ലഭിക്കുക. അതിങ്ങനെ സ്കിൽഡ് മൈഗ്രേഷൻ ലിസ്റ്റ്, സ്കിൽഡ് ഓക്യുപ്പേഷൻ ലിസ്റ്റ് ഓസ്ട്രേലിയ എന്ന് എഴുതി കൊടുത്താൽ തന്നെ അത് കിട്ടും നമുക്ക് ഗൂഗിളിൽ. അപ്പൊ ഈ ഒരു ലിസ്റ്റ് എല്ലാ വർഷവും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കാരണം എല്ലാ വർഷവും എത്ര തൊഴിലുകൾ ഇവിടെ ഇന്ന ജോലിക്ക് കുറവുണ്ട്, എത്ര ആളുകൾ ഈ തൊഴിലിന് കുറവുണ്ട് എന്ന് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പൊ ഞാൻ വരുന്നത് 2007 അന്ന് ദൗർലഭ്യമുള്ള കോഴ്സുകളൊന്നുമല്ല ഇന്ന് ദൗർലഭ്യമുള്ളത്. ഇപ്പൊ ഈ ഒരു പ്രസന്റേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് റിസർച്ച് നമ്മളെ ഇവിടെയുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരിക്കുന്ന കുട്ടികളായിട്ടൊന്ന് സംസാരിച്ചു നോക്കിയപ്പോ ഇപ്പൊ നമ്മുടെ ഒരു കാറ്റഗറിയിൽ ഇപ്പൊ സീക്രട്ടിന്റെ ഈ പ്ലാറ്റ്ഫോമിൽ എന്നെ കേൾക്കാൻ സാധ്യതയുള്ള ആളുകളുടെ ഒരു ജനറൽ സ്വഭാവം അനുസരിച്ച് നമുക്ക് വരാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ ഇപ്പോ നല്ല സ്കോപ്പുള്ള ഒരു കോഴ്സ് MSW ആണ്, സോഷ്യൽ വർക്ക്. നമ്മുടെ നാട്ടിൽ വലിയ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കില്ല, പക്ഷെ അതിവിടെ പിന്നെ അത്യാവശ്യം അതിന് ഒരു ഗ്ലാമർ അതിനുണ്ട്, MSW. പിന്നെ എല്ലാ കാലത്തും ഏത് കാലത്തും ഇവിടെ വെയിറ്റുള്ള കോഴ്സുകളാണ് നഴ്സിംഗ്, പിന്നെ അതേപോലെ IT, പിന്നെ മെഡിക്കൽ ഫീൽഡിലുള്ളതൊക്കെ. പക്ഷെ അത് പൊതുവെ നമ്മളിപ്പോൾ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ പൊതുവെ സയൻസ് ഗ്രൂപ്പുകളിലുള്ള ആളുകൾ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പിന്നെ IT-ക്കാണെങ്കിലും സയൻസ് ഗ്രൂപ്പ് +2 വേണ്ടി വരും. പക്ഷെ നമ്മൾ ഹ്യൂമാനിറ്റീസ് +2 കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് പെർസ്യൂ ചെയ്യാൻ പറ്റുന്ന, തുടരാൻ പറ്റുന്ന ഏറ്റവും നല്ല കോഴ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് MSW ആണ്. ഇതിന് തൊട്ട് മുമ്പ് പിന്നെ MBA MPA എന്ന് പറഞ്ഞ ഒരു ഡബിൾ ഡിഗ്രി ഉണ്ടായിരുന്നു, നല്ല സാധ്യതയുള്ള MBA MPA നമുക്കറിയായിരിക്കും. പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങും പിന്നെ ബിസിനസ് അക്കൗണ്ടിങ്ങും ഒക്കെ കൂടിയിട്ടുള്ള അഡ്മിനിസ്ട്രേഷനൊക്കെ കൂടിയിട്ടുള്ള ഒരു കോഴ്സ്. പക്ഷെ അതിന് ഇപ്പോ തീരെ സ്കോപ്പില്ല. അപ്പൊ MSW എന്ന കോഴ്സ് ഇങ്ങോട്ട് പിന്നെ അടുത്ത ഭാവിയിൽ വരാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അടുത്ത ഭാവിയിൽ, ഇപ്പോഴുള്ള ആസ് ഓഫ് ടുഡേ ആണ് ഞാൻ പറയുന്നത്, ഇതെപ്പോഴും എല്ലാ കൊല്ലവും ഇതിന്റെ ലിസ്റ്റ് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഉള്ളതനുസരിച്ച് MSW വലിയ പ്രാധാന്യം, വലിയ വെയിറ്റേജ് ഇവിടെയുള്ള യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറയാൻ പെട്ടതാണ് ഒന്നാമത്തെ പോയിന്റിൽ, യൂണിവേഴ്സിറ്റികളെ തെരഞ്ഞെടുക്കുക എന്നുള്ള പോയിന്റിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വശം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഞാൻ പെട്ടെന്ന് നിർത്തും, പിന്നെ നിർത്തിയിട്ട് നമ്മൾ 2-3 ചോദ്യങ്ങളൊക്കെ ചോദിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോ ഒന്നാമത്തെ പറഞ്ഞ പോയിന്റിൽ ഒരു കാര്യം കൂടി പറയുകയാണ്. യൂണിവേഴ്സിറ്റികളെ തിരഞ്ഞെടുക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഹിഡൻ ഓപ്പർച്യൂണിറ്റി, ഒരു ജം എന്താണെന്ന് വെച്ചാൽ, ഇവിടെയുള്ള റീജിയണൽ ഏരിയകളിൽ പഠിക്കുന്ന ആളുകൾക്ക് കൂടുതൽ പിന്നെ പെർമനന്റ് റെസിഡൻസി നേടാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. എന്ന് പറഞ്ഞത് വലിയൊരു രാജ്യമാണ്, ഇന്ത്യയുടെ ഒരറ്റി വലിപ്പമുള്ള ഒറ്റയ്ക്കുള്ള ഒരു ഭൂഖണ്ഡമാണുള്ളത്. നേരെ പിന്നെ കേരളത്തിന്റെ അത്ര ജനസംഖ്യ ഇല്ലേനും, ഇന്ത്യന്റെ ഒരു ഇരട്ടി വലിപ്പമുണ്ട്, പക്ഷേ കേരളത്തിന്റെ അത്ര ജനസംഖ്യ ഇല്ല. വെറും ഈ തീരദേശങ്ങളിൽ മാത്രം ജനസംഖ്യയുള്ള ഒരു ദ്വീപാണിത്. അപ്പോ ഇവര് ഈ തീരദേശങ്ങളിലുള്ള പട്ടണങ്ങളിൽ നിന്ന് ജനസംഖ്യ ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാനുള്ള ഇതിന്റെ ഭാഗമായിട്ട്
ഈ ഇന്നർ ഓസ്ട്രേലിയയിൽ കൂടുതൽ മൈഗ്രേഷനും പോപ്പുലേഷനും എൻകറേജ് ചെയ്യുന്നതിന്റെ ഭാഗമായി അവിടെയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്ക്, അവിടെ പോയി ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതും ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് മനസ്സിലാക്കുക. അപ്പൊ പഠന അവസരങ്ങൾ, ഇപ്പൊ നമ്മുടെ പോലുള്ള ആളുകൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പഠന അവസരം, ഉപരിപഠന അവസരം MSW എന്ന കോഴ്സാണ്. പിന്നെ ഞാൻ എൻ്റെ ചെറിയ സെർച്ചിന്റെ ഇടയിൽ കണ്ടത്. പിന്നെ മറ്റൊന്നുകൂടി പറയാം, ഞാനിവിടെ പഠിക്കാൻ വേണ്ടി വന്ന, ഞാൻ നേരെ ജോലിക്ക് വേണ്ടി വന്ന ആളാണ്. അപ്പോ പിന്നെ ഞാനും ഇവിടെ റിസർച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസന്റേഷൻ മാത്രമാണ് ഇവിടെ നൽകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കാഴ്ചപ്പാടിൽ അതാണുള്ളത്. പിന്നെ നേരെ ഇസ്ലാമിക് ഡിപ്പാർട്ട്മെന്റുകളിൽ റിസർച്ചിനും മറ്റുള്ളതിനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ഇവിടെ നിൽക്കാനുള്ള വലിയ സ്കോപ്പുകൾ അങ്ങനത്തെ കോഴ്സുകളില്ല. പിന്നെ ഒരു പ്രിവിലേജ്, ഓസ്ട്രേലിയയുടെ ഒരു പ്രിവിലേജ്, എത്ര സാധ്യതകൾ മങ്ങിയാലും ആളുകൾ വീണ്ടും ഈ രാജ്യത്ത് തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രിവിലേജ്, നിങ്ങൾ ഏത് കോഴ്സ് ഇവിടെ ചെയ്താലും, ഇപ്പൊ 2 വർഷത്തെ ഒരു കോഴ്സ് ചെയ്താൽ 2 വർഷം കൂടി നിങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ള ഒരു വിസ ലഭിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ജോലി ഇവിടെ ചെയ്യാം, എന്ത് ജോലിയും ചെയ്യാം. പിന്നെ ഈ പഠനത്തോട് കൂടെ തന്നെ ജോലി ചെയ്യാനുള്ള അവസരവും അത് ഇതുപോലുള്ള എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. 20 മണിക്കൂർ നേരം നിങ്ങൾക്ക് ഒരു ആഴ്ച ജോലി ചെയ്യാം. ഇപ്പൊ ഞാൻ ഇന്ന് ഒരു കുട്ടിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ ചോദിച്ചു 20 മണിക്കൂർ ജോലി ചെയ്യലും യൂണിവേഴ്സിറ്റി പോയി പഠിക്കലും അതിന്റെ അസൈൻമെന്റും മറ്റും ചെയ്യലും ഒക്കെ കൂടി നടക്കുമോ? അപ്പൊ അവൻ പറഞ്ഞത്, സാധാരണഗതിയിൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് ആഴ്ചയിൽ ആവറേജ് 6-8 മണിക്കൂറേ പഠനമുള്ളൂ. ആഴ്ചയിൽ 6 to 8 മണിക്കൂർ, 10 മണിക്കൂർ. നമ്മൾ ഇനി ഓവർ അധ്വാനിക്കുകയാണെങ്കിൽ 15 മണിക്കൂറേ ആഴ്ചയിൽ പഠനമായിട്ടുള്ളൂ. ബാക്കി സമയം ഫ്രീ ആണ്. അപ്പൊ ഇവരങ്ങനെ അറേഞ്ച് ചെയ്തതാണ്. അപ്പൊ ധാരാളം പാർട്ട് ടൈം ജോലികൾ ലഭ്യമാണ്. 20 മണിക്കൂർ വരെ ഔദ്യോഗികമായിട്ട് നമുക്ക് പണിയെടുക്കാൻ പറ്റും. വിദ്യാർത്ഥി വിസയിൽ, സ്റ്റുഡന്റ് വിസ അനുസരിച്ച് 20 മണിക്കൂർ പണിയെടുക്കാൻ പറ്റും. പിന്നെ ഇവിടുത്തെ സാലറി എന്ന് പറഞ്ഞാൽ മണിക്കൂറിനാണ്, അവർലി സാലറിയാണ് ഇവിടെ എല്ലാ ജോലികൾക്കും. അപ്പൊ മിനിമം സാലറി ഏത് ജോലിക്കും കൊടുക്കണം എന്നുള്ളത് വലിയ റിക്വയർമെന്റ് ആണ്. അത് വളരെ 100% പാലിക്കുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. അത് പാലിക്കാതിരുന്നാൽ എംപ്ലോയർക്ക് വലിയ നഷ്ടപരിഹാരങ്ങൾ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ആരും അത് പാലിക്കും. അപ്പൊ സാധാരണഗതിയിൽ ഇങ്ങോട്ട് വരുന്ന വിദ്യാർത്ഥികൾ പ്രധാനമായിട്ട് പെട്രോൾ പമ്പുകളിൽ, ക്ലീനിങ് സെന്ററുകളിൽ, ടാക്സി ഡ്രൈവർമാരായിട്ട് അങ്ങനെയുള്ള ധാരാളം ജോലികൾ ചെയ്യും. പിന്നെ ചില ആളുകൾ ഇപ്പോ പഞ്ചാബിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ, ഇപ്പൊ 20 മണിക്കൂർ എന്നുള്ളത് ഗവൺമെന്റ് റിക്വയർമെന്റ് ആണ്. അത് ക്ലോസ് ആയിട്ട് ആരും എന്ത് ചെയ്യില്ല, ക്ലോസ് ആയിട്ട് ആരും മോണിറ്റർ ചെയ്യില്ല. ആ മോണിറ്റർ ചെയ്യാനുള്ള ഏജൻസി ഇല്ല ഇവിടെ. എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, വർഷത്തിൽ ടാക്സ് റിട്ടേൺ കൊടുക്കണം എല്ലാ ആളുകളും, സ്റ്റുഡൻസ് ആണെങ്കിലും ഇവിടുത്തെ തൊഴിലാളികളാണെങ്കിലും ആരും ടാക്സ് റിട്ടേൺ കൊടുക്കുമ്പോൾ വളരെ കൂടുതലായിട്ടുള്ള ഒരു വേരിയേഷൻ നമ്മുടെ ഇൻകത്തിൽ കണ്ടാൽ മാത്രമേ ഏജൻസികളെ ചെക്ക് ചെയ്യുള്ളൂ. 20 മണിക്കൂർ പറച്ചിലാണ്. നമ്മൾക്ക് ജോലി ചെയ്യാനുള്ള തൻ്റെ ഇടവും അതിനുള്ള സന്നദ്ധതയും ഉണ്ടെങ്കിൽ സാധാരണ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന അതേപോലത്തെ ജോലികൾ നമുക്കും ചെയ്യാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലൂടെ തന്നെ ഫീസിനുള്ള പൈസ കണ്ടെത്തുന്നവരും ഉണ്ട്. പക്ഷെ അത് പറഞ്ഞപ്പോൾ അതിന്റെ സാമ്പത്തിക വശം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. സാമ്പത്തിക വശം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ എല്ലാ കോഴ്സുകളും നല്ല എക്സ്പെൻസീവ് ആണ്. ഞാൻ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. എല്ലാ കോഴ്സുകളും നല്ല എക്സ്പെൻസീവ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ സെന്റൻസ് നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കുക. ഇവരുടെ ഏറ്റവും വലിയ എക്സ്പോർട്ട് ഐറ്റം വിദ്യാഭ്യാസമാണ്. ഇവരുടെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ വിദ്യാഭ്യാസമാണ്. ഈ നാടിന്റെ വലിയൊരു ഇൻകം വിദ്യാഭ്യാസമാണ്. അപ്പൊ എല്ലാ കോഴ്സുകളും നല്ല ഫീസ്. അപ്പൊ അത് ഈ അഡ്മിഷന്റെ സമയത്ത് തന്നെ ഒരുവിധം ഈ ഒരു വർഷത്തേക്കെങ്കിലുമുള്ള, ഒരു സെമസ്റ്ററിനെങ്കിലുമുള്ള 16 ആഴ്ചയാണ് ഇവിടെ ഉള്ള ഒരു സെമസ്റ്റർ സാധാരണ യൂണിവേഴ്സിറ്റിയിൽ. ഒരു വർഷത്തേക്കെങ്കിലുമുള്ള ഫീസിന്റെയും താമസത്തിന്റെയും ഭക്ഷണത്തിന്റെയും ചെലവ് നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ കാണിച്ചാലാണ് അവർ വിസ തരുള്ളൂ. അങ്ങനെ ഒരു നിബന്ധന ഉണ്ട്. പക്ഷെ അത് സാധാരണ മറ്റുള്ള ആളുകളൊക്കെ ബാങ്കുകളുമായിട്ടുള്ള അലയൻസിലൂടെ അത് ഈ ഏജൻസികൾ ചെയ്തു കൊടുക്കാറുണ്ട്. നമുക്കത് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നുള്ളത് വേറെ കാര്യം. ലോണിലൂടെയും മറ്റൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അതല്ലെങ്കിൽ നമ്മുടെ പോലെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് അത് ഒന്നാമത്തെ ഒരു കീറാമുട്ടി അതാണ്. ഒരു ബോണ്ട് കാണിച്ചു കൊടുക്കണം. ഒരു വർഷം അല്ലെങ്കിൽ ഒരു സെമസ്റ്റർ മുഴുവൻ ഇവിടെ ജീവിക്കാനും താമസിക്കാനും പഠിക്കാനും
ഫീസ് അടയ്ക്കാനുള്ള സംഖ്യ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലുണ്ട്. അത് ആ വിസ കിട്ടിക്കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലാവധി കഴിഞ്ഞാൽ അത് മാറ്റാം എന്ന് പറഞ്ഞാൽ നമ്മൾ കടക്ക് വാങ്ങിയിട്ട് ഒപ്പിക്കാനൊക്കെ കഴിയുന്ന അർത്ഥം. അപ്പൊ അത് ഒന്നാമത്തെ സാമ്പത്തിക ബാധ്യതയാണ്. അതിനുശേഷമുള്ള കാര്യങ്ങൾ നമ്മളിവിടെ വന്നിട്ട് പിന്നെ എന്താ ചെയ്യുക, പാർട്ട് ടൈം ജോലികൾ ചെയ്തിട്ട് കണ്ടെത്താവുന്നതാണ്. അപ്പൊ ഞാൻ പഠന മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്, MSW. പിന്നെ IT-യോട് ബന്ധപ്പെട്ട എല്ലാ മേഖലകൾക്കും വലിയ ഡിമാൻഡ് ഏത് കാലത്തും ഈ നാട്ടിലുണ്ട്. ഏത് കാലത്തും ഡിമാൻഡ് ലിസ്റ്റ് ഉണ്ടാവുന്നതാണ് IT റിലേറ്റഡ് ജോബ്സ്. പക്ഷെ അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഒരു എന്താ പറയുക, അതിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ഇതുപോലുള്ള രാജ്യങ്ങളെ വ്യതിരക്തമാക്കുന്നത് പിന്നെ എവറി ഡേ എന്ന് പറഞ്ഞ പോലെ ഒരു ഡെയിലി ബേസിസ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. ഇപ്പൊ ഇന്നലെ നമ്മൾ പഠിച്ചത് നമ്മൾ ചെയ്ത കോഴ്സ് ആയിരിക്കില്ല ഇന്ന് അതേ കോഴ്സിന്റെ ഭാഗം. ഇപ്പൊ ഇന്നലെ ഞാനിവിടെ വന്ന ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ്, എൻ്റെ അടുത്ത് താമസിക്കുന്ന മലപ്പുറത്തുകാരൻ സൽമാൻ അൽ ഫാരിസ് എന്ന് പറയുന്ന ഒരുത്തൻ, അവന് പിന്നെ ഇവിടെ പിന്നെ BTech കഴിഞ്ഞ് ഇവിടെ MTech ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നമ്മള് നാട്ടില് അന്ന് പഠിച്ചിരുന്നതൊക്കെ ഇന്നത്തെ അതേ കോഴ്സ് ഇവിടെ ചെയ്യുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടാണ്. നാട്ടിലും ഉണ്ടാവുമായിരിക്കും അഡ്വാൻസ്മെന്റ്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ അബ്രപ്റ്റ് ആയിട്ടുള്ള വളരെ വേഗത്തിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന കോഴ്സുകളും യൂണിവേഴ്സിറ്റികളും ആണ് പൊതുവെ ഇവിടെ ഉള്ളത്. അപ്പോ പിന്നെ പഠനത്തില് ഒരു വളരെ കൂടുതൽ ഒറിജിനാലിറ്റി, ഒരു ഗവേഷണാത്മകത, ഒരു എന്താ പറയുക വളരെ സീരിയസ്നെസ് ഉള്ള ഒരു രാജ്യമാണ് പിന്നെ ഓസ്ട്രേലിയ. അപ്പോ നമ്മൾ സീരിയസ് ആയിട്ട് പഠിക്കാൻ കൂടി കഴിയും എന്ന് ഉറപ്പുള്ളവർ മാത്രമേ അതിന് ശ്രമിക്കേണ്ടതുള്ളൂ എന്നുള്ള മറ്റൊരു കാര്യം. ഉദാഹരണത്തിന് ഞാന് പിന്നെ MEd പഠിക്കാൻ വേണ്ടി ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. ഞാൻ B.Ed കഴിഞ്ഞിട്ടാണ് വന്നത്, മാസ്റ്റേഴ്സ് കൂടി ചെയ്യാന്നുള്ളവർക്ക് യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. അപ്പൊ ഞാൻ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. ഇവിടെയുള്ള വിദ്യാർത്ഥികളിൽ പകുതിയിലേറെ ഓൺലൈനുകളാണ്, പഠനങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ആളുകൾ. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഓൺലൈന് പൊതുവെ വരും പ്രോത്സാഹിപ്പിക്കാറില്ല. അപ്പോൾ അത് ചെയ്തിട്ട് പകുതി എത്തുന്നതോടുകൂടി തന്നെ നമുക്ക് ജോലി ചെയ്ത് കൂടിയിട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഉറപ്പായതിന്റെ സ്ഥിതിയിൽ ഒന്ന് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അത്രയും സീരിയസ് ആയിട്ടുള്ള, പിന്നെ ഇപ്പൊ ഞാൻ പഠിച്ചിരുന്ന ആ സമയത്ത് നമ്മുടെ നാട്ടില് ഡേയിൽ നിന്ന് വളരെയേറെ വ്യത്യാസങ്ങളാണ്. ഇപ്പൊ നാട്ടിൽ മാറിയിട്ടുണ്ടാവും, പക്ഷെ വളരെ കൂടുതൽ സീരിയസ്നെസ് ഉള്ള, പഠിച്ച കാര്യങ്ങൾ കൃത്യമായി തന്നെ പിന്നെ ആ വിദ്യാർത്ഥിക്ക് പിന്നെ പ്രയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു പഠന സിസ്റ്റം അങ്ങനെയാണ് പൊതുവെ ഇവിടെ നിലവിലുള്ളത്. അപ്പോ പിന്നെ അത് കഴിഞ്ഞ് ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് വരാൻ ഞാൻ ആദ്യം പറഞ്ഞു, ഒരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പ്രവേശനം ലഭിക്കണം. അതിന് യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റുകൾ പരിശോധിച്ചാൽ അതിനുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. രണ്ടാമതായിട്ട് ഒരു പോയിന്റ് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് സ്റ്റുഡൻസ് വിസ അനുവദിക്കുക. IELTS ടെസ്റ്റ് ആണ് രണ്ടാമത്തത്. അതിനെക്കുറിച്ച് കേൾക്കാൻ കുറെ ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും. ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം. ആ എക്സാം, പിന്നെ അതല്ലെങ്കിൽ ഇപ്പോൾ PTE എന്ന് പറഞ്ഞിട്ട് പുതിയൊരു എക്സാം വന്നിട്ടുണ്ട്. രണ്ടും ഏറെക്കുറെ ഒരേപോലെ തന്നെ. അതിൽ 6.5 പോയിന്റ് വേണം ഏത് സ്റ്റുഡൻറ് വിസയ്ക്കും അപേക്ഷിക്കാൻ. 6.5 ഔട്ട് ഓഫ് 9 6.5 പോയിന്റ് വേണം ഏത് കോഴ്സിനും ഏത് സ്റ്റുഡൻറ് വിസയ്ക്കും അപേക്ഷിക്കാൻ. IELTS 6.5 വേണം. അപ്പൊ അതിപ്പോ നാട്ടില് വ്യാപകമായിട്ട് എല്ലാ സിറ്റികളിലും അതിനുള്ള സെന്ററുകൾ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ എഴുതുന്ന സമയത്ത് കൊച്ചിയിൽ മാത്രമേ ഉള്ളത്. ഇപ്പോ പിന്നെ തൃശ്ശൂരും കോഴിക്കോടൊക്കെ അതിന്റെ എക്സാം സെന്ററുകൾ ഉണ്ട്. പിന്നെ PTE ആണെങ്കിൽ അത് കമ്പ്യൂട്ടറിലൂടെ തന്നെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതാണ് എൻ്റെ രണ്ടാമത്തെ ഘട്ടം. ഒന്നാമത്തെ ഘട്ടം കോളേജിൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ. രണ്ടാമത്തത് IELTS 6.5 പോയിന്റ് ലഭിക്കുക. മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ബോണ്ട് പണം നമ്മുടെ കയ്യിലുണ്ട് എന്ന് വരുത്തുക. അത് കഴിഞ്ഞാൽ നമുക്ക് വിസ ചെയ്യാനുള്ള ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് നമുക്ക് ഏജൻസികൾ ചെയ്തു തരുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നാൽ പിന്നെ പൊതുവെ ഇവിടെയുള്ള ഓരോ രാജ്യത്തിനും അതിനെ അനുസരിച്ചുള്ള സഹായിക്കാനുള്ള ഏജൻസികൾ ധാരാളമായിട്ട് ഇവിടെ ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അതാണ് ജനറലായിട്ടുള്ള ഓസ്ട്രേലിയയിലെ വിദ്യാഭ്യാസ രംഗം. ഉപരിപഠന സാധ്യതകൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പൊതുവായിട്ട് നമ്മുടെ മേഖലയിൽ നിന്നുള്ളവർക്ക് പിന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞത് MSW പിന്നെ ഈ MBA MPA എന്നുള്ളതാണ്.
കാരണം അത് കൊമേഴ്സിനോട് ബന്ധപ്പെട്ടാണ്. ഇതിലിപ്പോ ആരോ ഒരാൾ ടെക്സ്റ്റ് അടിച്ച് ചോദിച്ചിരുന്നു കൊമേഴ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ളതുണ്ടോ എന്നുള്ളത്. അത് MBA MPA കോഴ്സ് അതിനുള്ളതാണ്. പക്ഷെ അത് പൊതുവേ ഞാന് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എൻ്റെ 2 വളരെ അടുത്ത കൂട്ടുകാർ അതിനു വേണ്ടി വന്നിട്ട് പിന്നെ ഒരു ലെവലാകാതെ നിന്നിട്ടുണ്ട്. അപ്പോ ഇപ്പോ കൊമേഴ്സ് കഴിഞ്ഞവർക്കും ചെയ്യാൻ കഴിയുന്നതാണ് MSW എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ അറിവ്. അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിയേണ്ടതുണ്ട്, വ്യക്തമായിട്ട് എനിക്കറിയില്ല. പിന്നെ അതേപോലെ തന്നെ കുറച്ചുകൂടി സാമ്പത്തിക ഭദ്രതകളുള്ള ആളുകൾക്ക് +2 കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ട് വരുന്ന ആളുകളുണ്ട് ധാരാളമായിട്ട്. അത് ഏറ്റവും കൂടുതൽ വരുന്നത് നഴ്സിംഗ് കോഴ്സിനാണ്. +2 സയൻസ് കഴിഞ്ഞ് നഴ്സിംഗ് കോഴ്സിന് വരിക. നഴ്സിംഗ് കോഴ്സ് വന്നാൽ ഏറെക്കുറെ PR 100% എന്ന് പറഞ്ഞതുപോലെ പിന്നെ പെർമനന്റ് റെസിഡൻസി കിട്ടും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. കാരണം അത്രയും കൂടുതൽ ഇവിടെ വേക്കൻസി ഉണ്ട്. മാത്രമല്ല വേക്കൻസിയിൽ പകുതിയിലേറെയും ഫില്ലായിരിക്കുന്ന മലയാളികളെ കൊണ്ട്, ചേട്ടന്മാരെ കൊണ്ടാണ്. അത് മറ്റൊരു വശം കൂടിയാണ്. ഇപ്പോൾ ഇവിടെയൊക്കെയുള്ള പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകൾ ഒരു 10-30% മലയാളി സാന്നിധ്യമുള്ള ഹോസ്പിറ്റലുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കഴിയുന്ന ആളുകൾ സയൻസ് ഗ്രൂപ്പ് ചെയ്ത +2 കഴിഞ്ഞ കുട്ടികൾക്ക് 4 വർഷത്തെ 4-5 വർഷം വ്യക്തമായിട്ട് എനിക്കറിയില്ല, ആ നഴ്സിംഗ് കോഴ്സുകൾക്ക് വരുന്ന ധാരാളം വിദ്യാർത്ഥികളൊക്കെ അടുത്തായിട്ട് ഞാൻ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പ്രധാനമായിട്ടും കുറച്ച് ഉൾപ്രദേശങ്ങളിലാണ് ഉൾപ്രദേശങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് അങ്ങനെ പഠിക്കുന്ന ഒരു സാഹചര്യവും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ആമുഖം എന്നുള്ള നിലക്ക് എനിക്ക് പറയാനുള്ളത്. ഞാൻ